മാറ്റമാണ് ഉണ്ടായത്. അത് ദിനം പ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. രാജ്യത്തെ ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് അവിടെ എന്ത് പുരോഗതി ഉണ്ടായി? പുരോഗമനം എന്ന് പറയുന്നത്, വികസനം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇന്നലെ ഭരിച്ചവരുടെ വേഗത കുറവായിരുന്നു. ഇന്നലെ ഭരിച്ചിരുന്നവർ നമ്മുടെ രാജ്യം തീറെഴുതി കൊടുക്കുന്നിടത്ത് കാണിച്ച ഒരു മെല്ലെപ്പോക്കിന്റെ ഭാഗമായിട്ടാണ് യഥാർത്ഥത്തിൽ ഇന്നലെ വികസനം വരാതിരുന്നത്. ഇന്ന് വികസനം വരുന്നു എങ്കിൽ, നാളെ അതിവേഗതയിൽ വികസനം വരുന്നുവെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ രാജ്യത്തെ കോർപ്പറേറ്റഡ് മുതലാളിമാർക്ക് തീറെഴുതി കൊടുത്തുകൊണ്ടിരിക്കുന്നു എന്നാണ്. അതിൻ്റെ പ്രതിഫലനമാണ് നമ്മുടെയൊക്കെ കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടി നമ്മുടെ തെരുവിൽ കാണുന്ന വെള്ളയടിച്ച ഈ കുമ്മായ കാഴ്ചകൾ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ വരുന്ന ഒരു ഘട്ടത്തിൽ ഈ രാജ്യത്തിൻ്റെ യുവത്വം നിഷ്ക്രിയമാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഈ രാഷ്ട്രീയ ബോധം, ഞാൻ കക്ഷി രാഷ്ട്രീയത്തെക്കുറിച്ചല്ല പറയുന്നത്, രാഷ്ട്രീയം, രാഷ്ട്രസംബന്ധിയായ വിഷയത്തെക്കുറിച്ചാണ്. സുന്നി യുവജന സംഘത്തിനൊരു രാഷ്ട്രീയമുണ്ട്. ഈ യുവാക്കളുടെ രാഷ്ട്രീയത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ഈ രാഷ്ട്രീയ ബോധം, സാമൂഹ്യ ബോധം, അത് ഇവിടെ ഉറക്കിക്കിടത്തിക്കൊണ്ടിരിക്കുന്നു. ഉണർത്തേണ്ടവർ പോലും നമ്മുടെ രാജ്യത്ത് ഇന്ന് പ്രതിലോമപരമായി യുവത്വത്തെ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ വിപ്ലവ യുവജന സംഘടനകളുടെ പ്രകടനങ്ങളിൽ നിന്ന് ഇന്ന് നമ്മൾ കേൾക്കുന്നത് ഉള്ളം തുറപ്പിക്കുന്ന മുദ്രാവാക്യങ്ങളല്ല. നമ്മുടെ വാക്കുകൾക്ക്, മുദ്രാവാക്യങ്ങൾക്ക് അതിൻ്റെ മുനയൊടിഞ്ഞു പോയിരിക്കുന്നു, അതിൻ്റെ മൂർച്ച അറ്റുപോയിക്കൊണ്ടിരിക്കുന്നു. പകരം ശിങ്കാരിമേളങ്ങളുടെ, വാദ്യമേളങ്ങളുടെ കാതടപ്പിക്കുന്ന ശബ്ദഘോഷങ്ങളിൽ നാടി തളർന്ന ഒരു യുവത്വം നമ്മുടെ രാഷ്ട്രീയ യുവജന പ്രസ്ഥാനങ്ങൾ രൂപപ്പെടുത്തിയെടുത്തുകൊണ്ടിരിക്കുന്നു. യഥാർത്ഥത്തിൽ നേരത്തെ നമ്മൾ കണ്ടിരുന്നത് ഇങ്ങനെ ആയിരുന്നില്ല. അവശ്യവസ്തുക്കളുടെ വില വർദ്ധിക്കുമ്പോഴും നമ്മുടെ രാജ്യത്തിനെതിരെയുള്ള പ്രവർത്തനങ്ങൾ ശക്തമാകുമ്പോഴും ഏറ്റവും പ്രധാനമായി നമ്മുടെ യുവത്വം നമ്മുടെ തെരുവുകളിൽ നിന്ന് ഈ സമൂഹത്തെ തന്നെ ഉണർത്തുന്ന രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് നമ്മൾ കണ്ടിരുന്നു. ഇന്ന് നമ്മുടെ വാക്കുകൾക്ക് പോലും മൂർച്ച നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പി രാമേന്ദ്രന്റെ കാവ്യഭാഷയിൽ പറഞ്ഞാൽ ലോലമാം റബ്ബറുറയിട്ട വാക്കുകളാണ് ഇന്ന് നമ്മൾ പ്രയോഗിക്കുന്നത്. അതിന് പ്രജനനശേഷിയില്ല, അതിന് പ്രത്യുൽപാദന ശേഷിയും ഇല്ല. അർത്ഥങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ വാക്കുകൾ ഒച്ചൊഴിഞ്ഞൂർന്നുപോയ തൊണ്ടിൽ നിന്നും നൂതി ഉണ്ടാക്കും വെറും ഒച്ചകൾ മാത്രമായി നമ്മുടെ വാക്കുകൾ നിരർത്ഥകമായി കൊണ്ടിരിക്കുന്നു. നമ്മളെ ഉണർത്തുന്ന വാക്കുകൾ ഇന്ന് നമുക്ക് കേൾക്കാൻ കഴിയില്ല. വീൺവാക്കുകൾ കൊണ്ട്, പ്രയോഗം നഷ്ടപ്പെട്ട വാക്കുകൾ കൊണ്ട് താൽക്കാലികതയിൽ നമ്മുടെ യുവത്വത്തെ കൂടെ നിർത്തുന്നതിന് വേണ്ടിയാണ് പലപ്പോഴും നമുക്കിടയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സംഘടനകൾ പോലും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്ന് സാമൂഹ്യ ബോധമുള്ള, ഒരു രാഷ്ട്രീയ ബോധമുള്ള ഒരു യുവതയുടെ നിർമ്മിതി, അതിന് മാത്രമേ നമ്മുടെ രാജ്യത്തെ മുന്നോട്ട് നയിക്കാൻ കഴിയൂ എന്ന് നമ്മൾ തിരിച്ചറിയുന്നു. നമ്മുടെ യുവത്വം ഇന്ന് ആഘോഷിക്കുകയാണ്. യുവത്വം ആഘോഷിക്കാനുള്ളതാണ്. അവരെല്ലാവരും ഇന്ന് ആത്മരതിയിലാണ്. സെൽഫിസം